ഒരു ദിവസം പെട്ടെന്ന് കുറെ പൈസ കിട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മിൽ പലരും. ഇപ്പോൾ കുറെ കടങ്ങളുണ്ട്, അത് തീർന്നാൽ പിന്നെ ഞാൻ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിക്കും. നോയിഡ വിമാനത്താവളത്തിന് സ്ഥലം കൊടുത്ത കർഷകരെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി കണ്ടു. 5 കോടി രൂപയൊക്കെ കിട്ടിയ ആളുകൾ വലിയ വീടും കാറും ഒക്കെ മേടിച്ച് കാശ് മുഴുവൻ തീർത്ത് ഇപ്പോൾ ദുരിതത്തിൽ കഴിയുന്ന കാര്യമാണ് അതിൽ പറയുന്നത്. ഇതിന്റെ പ്രധാന കാരണം പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നമ്മെ ആരും ചെറുപ്പത്തിലേ പഠിപ്പിക്കുന്നില്ല എന്നതാണ്. സ്കൂട്ടർ ഓടിച്ച് മാത്രം പരിചയമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം സൂപ്പർ ബൈക്ക് ഓടിക്കാൻ കിട്ടിയാൽ എങ്ങനെയിരിക്കും? ക്രാഷ് ആവാനാണ് കൂടുതൽ സാധ്യത. അതുപോലെ തന്നെയാണ് വലിയ പൈസയും. തലയ്ക്ക് മുകളിൽ കടം കയറിയിരിക്കുന്ന ആളുകളാണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് കാശ് കയ്യിൽ വന്നാൽ ഏറ്റവും തലവേദന ഉണ്ടാക്കുന്ന ചില കടങ്ങൾ കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ അടിച്ചു പൊളിക്കും. പിന്നീട് നോക്കുമ്പോൾ പൈസ എവിടെ പോയെന്ന് ഒരു പിടിയുണ്ടാവില്ല. ദുരഭിമാനമാണ് പൈസ പോകാനുള്ള ഒരു പ്രധാന കാരണം. നമ്മൾ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനം മേടിക്കാൻ ഒരു കടയിൽ കയറിയെന്ന് വിചാരിക്കുക. അവിടെ നിൽക്കുമ്പോൾ അറിയുകയാണ് റോഡിന് അപ്പുറമുള്ള കടയിൽ ഇതേ സാധനത്തിന് 100 രൂപ കുറവാണെന്ന്. നമ്മിൽ 99% ആളുകളും ആ 100 രൂപയ്ക്ക് വേണ്ടി അപ്പുറത്തെ കടയിലേക്ക് പോവില്ല. ഇനി നമ്മൾ മേടിക്കാൻ പോകുന്നത് 500 രൂപ വിലയുള്ള ഒരു സാധനമാണെന്ന് വിചാരിക്കുക. അപ്പുറത്തെ കടയിൽ അത് 400 രൂപയ്ക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ട് ഓടും. 100 രൂപയുടെ വില മാറുന്നില്ല, നമ്മുടെ കാഴ്ചപ്പാടാണ് മാറുന്നത്. എന്ന് വെച്ച് വെറും പിശുക്കനായാൽ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെയായി പോകും. കുറെ നാൾ കഴിയുമ്പോൾ കൂട്ടിവെച്ച പണത്തിന്റെ മൂല്യം തന്നെ ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ പണം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്ന് മുതൽ ഈ 1 ലക്ഷത്തിലെ 100 രൂപയ്ക്കും 500 രൂപയിലെ 100 രൂപയ്ക്കും ഒരേ മൂല്യമാണെന്ന് മനസ്സിലാക്കി തുടങ്ങുന്നുവോ, അന്ന് മുതൽ നമ്മളൊരു പണക്കാരനാവാനുള്ള യാത്ര തുടങ്ങുകയായി.